പരിസ്ഥിതി സൂചികയിൽ ഒമാന് വൻ മുന്നേറ്റം. പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് ആശംസ നേർന്ന് ഒമാൻ സുൽത്താൻ. മസ്കത്തിൽ വൻ തട്ടിപ്പ്. കാലാവധി കഴിഞ്ഞ 17,000-ലധികം സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ പിടികൂടി. കണ്ണൂരിൽ ഫ്ളാറ്റിൽ നിന്ന് വീണ് വിദ്യാർത്ഥി മരിച്ചു. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. പരിസ്ഥിതി സംരക്ഷണത്തിലും പ്രകൃതി വിഭവങ്ങളുടെ സുസ്ഥിര പരിപാലനത്തിലും ആഗോളതലത്തിൽ മുന്നേറ്റവുമായി ഒമാൻ. ഏറ്റവും പുതിയ ആഗോള പരിസ്ഥിതി പ്രകടന സൂചികയിൽ 180 രാജ്യങ്ങളിൽ നിന്ന് 49ാം സ്ഥാനം ഒമാൻ സ്വന്തമാക്കി. കഴിഞ്ഞ തവണ 55ാം സ്ഥാനമായിരുന്ന ഒമാൻ 6 സ്ഥാനം മെച്ചപ്പെടുത്തി. പുതിയ റാങ്കിംഗ് പ്രകാരം മിഡിൽ ഈസ്റ്റിൽ 3ാം സ്ഥാനത്തും അറബ് ലോകത്തും GCC രാജ്യങ്ങൾക്കിടയിൽ 2ാം സ്ഥാനത്തും ഒമാൻ ഇടം പിടിച്ചു. അറബ് ലോകത്ത് UAE ആണ് ഒന്നാമത്. ഒമാൻ വിഷൻ 2040ന്റെ ഭാഗമായി രാജ്യം നടപ്പാക്കുന്ന പരിസ്ഥിതി സൗഹൃദ സാമ്പത്തിക നയങ്ങളുടെ വിജയമാണ് ഈ മുന്നേറ്റം തെളിയിക്കുന്നത്. 2030ഓടെ ആദ്യ 40 രാജ്യങ്ങളുടെ പട്ടികയിലും 2040ഓടെ ആദ്യ 20 രാജ്യങ്ങളുടെ പട്ടികയിലും ഇടം പിടിക്കുകയായിരുന്നു ഒമാന്റെ ലക്ഷ്യം. സുസ്ഥിര ഖരമാലിന്യ സംരക്ഷണം, അന്തരീക്ഷ വായുവിന്റെ ഗുണനിലവാരം, കടൽ വിഭവങ്ങളുടെ സംരക്ഷണം, ഹൗസ് ഹോൾഡ് ക്ലീനിംഗ് ഫ്യൂവൽ ഉപയോഗം, വന്യജീവികളുടെ സ്വാഭാവിക വാസസ്ഥല സംരക്ഷണം എന്നിവയിൽ ഒമാൻ ആഗോളതലത്തിൽ 1ാം സ്ഥാനം നേടി. സമുദ്ര പരിസ്ഥിതി സംരക്ഷണത്തിൽ ആഗോളതലത്തിൽ 9ാം സ്ഥാനത്താണ്. ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ആൻഡി ബേൺഹാമിന് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ആശംസകൾ നേർന്നു. UK പ്രധാനമന്ത്രിക്ക് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും വിജയത്തോടെയും പുതിയ പദവിയിൽ തുടരാനാകട്ടെ എന്ന് സുൽത്താൻ ആശംസിച്ചു. ഒപ്പം സൗഹൃദ രാജ്യമായ ബ്രിട്ടനിലെ ജനങ്ങൾക്ക് കൂടുതൽ പുരോഗതിയും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ പരസ്പര താൽപര്യങ്ങൾക്കും പൊതുനന്മക്കും ഉതകുന്ന രീതിയിൽ ഒമാനും ബ്രിട്ടനും തമ്മിലുള്ള സൗഹൃദവും സഹകരണവും വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്ന് സുൽത്താൻ പ്രത്യാശ പ്രകടിപ്പിച്ചു. കാലാവധി കഴിഞ്ഞ 17,000-ലധികം സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ മസ്കത്തിൽ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി പിടിച്ചെടുത്തു. തീയതികളിൽ കൃത്രിമം കാണിച്ച് വിപണിയിൽ വീണ്ടും വിൽപ്പനയ്ക്കെത്തിച്ച ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നു. ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്ഷ്യൽ ഫ്രോഡ് കൺട്രോൾ നടത്തിയ പരിശോധനയിലാണ് ഈ വൻ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത്. പബ്ലിക് പ്രോസിക്യൂഷന്റെ ഉത്തരവിനെ തുടർന്ന് തട്ടിപ്പ് നടന്ന സ്ഥാപനം താൽക്കാലികമായി അടച്ചുപൂട്ടി. നിയമലംഘകർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അധികൃതർ വ്യക്തമാക്കി. കണ്ണൂരിൽ +1 വിദ്യാർത്ഥി ഫ്ളാറ്റിൽ നിന്ന് വീണ് മരിച്ചു. മട്ടന്നൂർ വായാന്തോട് LIC ഓഫീസിന് സമീപം സമ്രത്തിന്റെ മകൻ അനീക്കാണ് മരിച്ചത്. കക്കാട് ബെൽമേർ ഡൈനാസ്റ്റി ഫ്ളാറ്റിലെ 17ാം നിലയിലെ F ബ്ലോക്ക് ഭാഗത്ത് നിന്ന് കാൽ വഴുതി താഴേക്ക് വീഴുകയായിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ 12:30ഓടെയായിരുന്നു സംഭവം. ഇന്ത്യൻ സ്കൂൾ മസ്കത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു അനീക്. പിതാവ് സമ്രത്ത് മുൻ പ്രവാസിയാണ്. ഏതാനും വർഷം മുമ്പാണ് കുടുംബം നാട്ടിലേക്ക് മടങ്ങിയത്. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.